ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഫസ്റ്റ് ടൈം കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ചന്ദ്രികയോട് ലക്ഷ്മി പറയാണ്, എനിക്കറിയാം ചന്ദ്രികയെ, പക്ഷേ ജാനകിയാ ഞങ്ങൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാതിരുന്നത്. ഇന്ന് അവൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. സിദ്ധുവും ചന്ദ്രികയും അതായത് മറ്റേ മുത്തശ്ശനും ഒക്കെ അവിടെ തന്നെ ഉണ്ട്, ആരതിയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ചന്ദ്രികയെ നടന്നതോർത്ത് നീ വിഷമിക്കണ്ട മോളെ, വിഷമിക്കേണ്ടത് ജാനകിയും ആരതിയോ. സിദ്ധുവും അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് സിദ്ധുവിനെ ചന്ദ്രികയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചന്ദ്രിക അവിടേക്ക് പോയിട്ട് പറയാണ്, നന്ദിയുണ്ട് സാർ. സാറ് സത്യം എന്താണെന്ന് തെളിയിച്ചില്ലായിരുന്നെങ്കിൽ ഞാനാണ് കുറ്റക്കാരിയെന്ന് എല്ലാവരും സംശയിച്ചേനെ. ആ അപമാനം സഹിക്കാനാവാതെ ഞാൻ മരിച്ചു പോയേനെ. ലക്ഷ്മിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാകുന്നുണ്ട്. സിദ്ധു പറയാണ്, ചന്ദ്രികയെ എന്തായാലും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയല്ലോ, അതുകൊണ്ട് നീ കരയാതെ വീട്ടിലേക്ക് ചെല്ല്. മേഘയും ഈ കാഴ്ച കണ്ട് അവിടെ നിന്ന് നിന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ്, ചെല്ല് ചന്ദ്രികയെ, നീ വീട്ടിലേക്ക് ചെല്ല്. ചന്ദ്രിക വീട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മുത്തശ്ശനും ലക്ഷ്മിയും ഒക്കെ പരസ്പരം നോക്കുകയാണ്. മഹേന്ദ്രൻ സാറും എല്ലാവരും അവിടെ തന്നെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ അവരെല്ലാം പരസ്പരം നോക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക മലരിനെ സ്കൂൾ അയക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തുകയാണ്. ചന്ദ്രിക മലരിന് സ്കൂൾ ബാഗൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം വാട്ടർ ബോട്ടിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. മഹേഷ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മലരിനെയും കൂട്ടി സ്കൂളിൽ കൊണ്ടാക്കാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ സിദ്ധു മുഖത്തടിച്ചതും ഒക്കെ ഓർക്കുകയാണ്. വീണ്ടും അവൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. അതായത് ചന്ദ്രിക മലരിനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കുകയാണ്, പറയാണ് മനസ്സിൽ തന്നെ, അതായത് നീ എല്ലാം സിദ്ധാർത്ഥിനോട് പോയി പറയുമല്ലേ, നിൻ്റെ ഭർത്താവ് സിദ്ധാർത്ഥാണോ അതോ ഞാനാണോ? എത്ര നാളെന്ന് വെച്ചാൽ നിന്നെ അവൻ രക്ഷിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ അടിമയായേ പറ്റൂ. മഹേഷ് വണ്ടിക്കകത്ത് കയറിയിരുന്ന് കുറച്ച് കുടിക്കുകയാണ്. അപ്പോൾ അവൻ്റെ തലച്ചോട്ടിൽ പലതും ചിന്തയിൽ വരുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ചന്ദ്രികയെ നീ തന്നെ എന്നും മലരിനെ സ്കൂളിൽ കൊണ്ടുപോയി വിടണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇന്ന് ഞാൻ കൊണ്ടുപോയി വിടും അവളെ. മലർ നിൻ്റെ മാത്രമല്ല എൻ്റെയും കൂടി മോളാ. മലറിനോട് ചന്ദ്രിക പറയാണ്, വാ മലർ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സൈക്കിളിൽ കയറ്റി ഇരുത്താൻ പോകുന്ന സമയത്താണ് കാണുന്നത്, അയ്യോ മോൾക്ക് ചൂടുവെള്ളം എടുത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി. അമ്മ പോയിട്ട് ചൂടുവെള്ളം എടുത്തിട്ട് വേഗം വരാം. ചന്ദ്രിക അകത്ത് കയറിയ ടൈമിൽ മഹേഷ് കുടിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. എന്നിട്ട് പറയാണ് മലറിൻ്റെ അടുത്ത് വന്നിട്ട്, മോളെ മലർ, മോൾ സ്കൂളിൽ പോകാണോ? ആ അതെ. ശരി, എന്നും മോൾ ഈ സൈക്കിളിൽ തന്നെ പോയാൽ മോൾക്ക് ബോറടിക്കില്ലേ? ഇല്ല. അപ്പം മഹേഷ് പറയാണ്, ഇത്രയും ദൂരം മോൾ ഈ സൈക്കിളിൽ പോയാൽ മോൾക്ക് ദേഹം വേദനിക്കില്ലേ? അച്ഛൻ മോളെ ബൈക്കിൽ കൊണ്ടുപോകട്ടെ? ഏയ് അത് വേണ്ട, അമ്മ വഴക്ക് പറയും. അമ്മ വഴക്കൊന്നും പറയില്ല. ദേ വാ, ഞാൻ പറഞ്ഞോളാം അമ്മയുടെ അടുത്ത്. അത് വേണ്ട. ഏയ്. മലർക്കറിയാണ്. അപ്പോൾ വീണ്ടും മഹേഷ് പറയാണ്, എപ്പം നോക്കിയാലും അമ്മ വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും. ഇനി ഞാനാ നിന്നെ വഴക്ക് പറയുക? നീ അവളുടെ മാത്രം കുട്ടിയല്ല, എൻ്റെയും കൂടിയാ. അപ്പം മലർ, പിന്നെ ഇന്ന് ഞാൻ സ്കൂളിൽ വിടുന്നത്, വാ വാ എന്ന് പറഞ്ഞ് അവൻ എടുത്ത് പൊക്കി മലരിനെ. എന്നെ വിട് അമ്മ വഴക്ക് പറയും, എന്നെ വിട് അമ്മ വഴക്ക് പറയൂ. അപ്പോൾ അവൻ പറയാണ്, ഏയ് അടിച്ച് ശരിയാക്കും നിന്നെ ഞാൻ. മലർ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മേ എന്ന്. പക്ഷേ ചന്ദ്രിക അടുക്കളയിൽ നിന്നും വെള്ളം ചൂടാക്കുകയാണ്. ഏയ് മലർ, അടങ്ങി നിൽക്ക്, എന്നെ വിട് അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം, എന്നെ വിട്. മിണ്ടാതിരിക്കാനാ പറഞ്ഞേ എന്ന് പറഞ്ഞവൻ വണ്ടിയിൽ കയറ്റി. അമ്മേ വാ അമ്മേ. ഏയ് മിണ്ടാതിരിക്കാനാ പറഞ്ഞ, നിൻ്റെ അമ്മയൊന്നും വരാൻ പോകുന്നില്ല. നിന്നെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഞാനാ, മിണ്ടാതിരിക്ക്. ചന്ദ്രിക വെള്ളം തിളപ്പിച്ച് വെള്ളം ആറ്റി കുപ്പിയിൽ ഒഴിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും മലർ ഇല്ല. എന്നിട്ട് അവൾ വിളിക്കുകയാണ്, മലർ മലർ നീ എവിടെ പോയി മോളെ? മലർ എവിടെ പോയി? മലർ ഇവിടെയൊന്നും ഇല്ലല്ലോ. പിന്നെ ചന്ദ്രിക അപ്പുറത്തെ സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി പറയാണ്, മലറിനെ ഇപ്പോൾ മഹേഷ് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയതേ ഉള്ളൂ. എന്താ മഹേഷ് കൊണ്ടുപോയെന്നോ? അതേ ചന്ദ്രികയെ, മഹേഷ് മലറിനെ എടുത്ത് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. ചന്ദ്രിക ചിന്തിക്കുക, ഇത്രയൊക്കെ പറഞ്ഞിട്ടും മലറിനെ അവൻ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയെങ്കിൽ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ചെറിയ കുഞ്ഞിനോട് നല്ലവനായി അഭിനയിച്ച് അവളുടെ മനസ്സ് കുറച്ചായിട്ട് മാറ്റാൻ നോക്കുക അവൻ. എനിക്ക് പോകണം, എനിക്ക് പേടിയാന്ന് എന്ന് മലർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഹേഷ് പറയാണ് പേടിയൊന്നും വേണ്ട, ഇതാ എത്താറായി.
നീ എന്നും അമ്മയുടെ കൂടെ മാത്രമേ പോകൂ. ഇന്ന് ഇനി മുതൽ എൻ്റെ കൂടെ വന്നാൽ മതി. ഒച്ചയാക്കാതിരിക്കടി. എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്. ഏയ് മര്യാദയ്ക്കിരിക്കടി അവിടെ. പറയുന്ന കേക്കടി, മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് മലറിനോടായി അവൻ്റെ ശ്രദ്ധ. അപ്പോഴേക്കും സൈഡിൽ വന്ന ഓട്ടോ അടിച്ച് അവർ രണ്ടുപേരും താഴെ വീഴുകയാണ്. ഓട്ടോക്കാരൻ പറയാണ്, എന്താടോ ഇത്, ചെറിയ കൊച്ചിനെ ഇരുത്തിയിട്ട് ഇങ്ങനെയാണോ പോകേണ്ടത്? അല്ല, അത് സ്കൂളിലെത്താൻ ലേറ്റായി, അതുകൊണ്ടാണ് വേഗം വന്നേ. അപ്പോൾ ഓട്ടോക്കാരൻ പറയാണ്, ഇനിയും വേഗത കൂട്ടിയിരുന്നെങ്കിൽ നീ മുകളിലേക്ക് പോയേനെ. മലർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഹേഷ് പറയാണ്, ദേ മലർ നോക്ക്, ചെറിയ മുറിവല്ലേ, അതിനാണോ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, നീ കരയണ്ട, വാ. ഞാൻ വരില്ല നിങ്ങളുടെ കൂടെ. വിട്, ഞാൻ വരില്ല നിങ്ങളുടെ കൂടെ. ഞാൻ അമ്മയുടെ കൂടെ വന്നോളാം. എനിക്ക് പേടിയാവുന്നു നിങ്ങളുടെ കൂടെ വരാൻ. അപ്പം മഹേഷ് പറയാണ്, ശരി, നീ പേടിക്കണ്ട, ഞാൻ പതിയെ നിന്നെ കൊണ്ടുപോയി വിടാം. അപ്പോഴാണ് സൈഡിൽ സിദ്ധു അതുവഴി വണ്ടിയിൽ വരുന്നത്. അപ്പോൾ സിദ്ധു കാറിൻ്റെ ഗ്ലാസ് താത്തിയിട്ട് നോക്കുകയാണ് എന്താ പ്രശ്നം എവിടെയെന്ന്. വാ മലർ, ഒച്ചയാക്കാതെ. അപ്പോൾ മലർ പറയാണ്, ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. പിന്നെ ഞാൻ പതിയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സിദ്ധു മനസ്സിൽ വിചാരിക്കുകയാണ്, ആ മലരാണല്ലോ അത്. മലറിനെ പിടിച്ച് വലിക്കുമ്പോൾ മലർ പറയാണ്, ഏയ് വിട് എന്നെ, ഞാൻ വരില്ല. അപ്പോഴാണ് സിദ്ധു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നത്. മലർ, ഏയ് സിദ്ധു. മലർ എന്ത് പറ്റി മോളെ? സിദ്ധു, ഇത് കണ്ടോ സിദ്ധു, ഇതെന്താ മോളെ കൈ മുറിഞ്ഞിരിക്കുന്നല്ലോ. അത് ബൈക്കിൽ നിന്ന് താഴെ വീണു സിദ്ധു. ബൈക്കിൽ നിന്ന് വീണോ? അതെ സിദ്ധു, അയാളെ എന്നെ ബൈക്കിൽ നിന്നും തള്ളിയിട്ടത്. വാ നമുക്ക് ചോദിക്കാലോ. അപ്പോൾ തന്നെ മഹേഷ് പറയാണ്, ദേ നോക്ക്, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ചെറിയ മുറിവേ ഉള്ളൂ. ഇത് നോക്ക്, ഈ ഓട്ടോക്കാരൻ ശ്രദ്ധയില്ലാതെ വന്നതാ. അപ്പോഴാണ് സിദ്ധുവിന് അവൻ മദ്യപിച്ചതിൻ്റെ സ്മെല്ലടിച്ചത്. അപ്പോൾ സിദ്ധു പറയാണ്, ഡാ മദ്യപിച്ചാണോ വണ്ടി ഓടിക്കുന്നത്? ഏയ് ഇല്ല, ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓട്ടോക്കാരൻ പറയാണ്, അതെ സാറേ, ഇയാൾ നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ട്. ഇനി ഇയാളുടെ കൂടെ മോളെ അയക്കല്ലേ സ്കൂളിലേക്ക്. ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി വീഴ്ത്തും. നീ ഓട്ടോ ഓടിച്ചിട്ട് പോകാൻ നോക്ക്. അപ്പോൾ ഓട്ടോക്കാരൻ പറയാണ്, നീ പോടാ, അതിക്ക് വണ്ടി ഓടിക്കൂല. അതും പറഞ്ഞ് ഓട്ടോക്കാരൻ ഓട്ടോ എടുത്ത് പോയി. അപ്പോൾ മലർ സിദ്ധുവിനോട് പറയാണ്, സിദ്ധു വേദനിക്കുന്നു സിദ്ധു, മോളെ നല്ലോണം വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നു സിദ്ധു. മലർ വാ പോകാം, മഹേഷ് പറയാം. അപ്പോൾ സിദ്ധു, കൈയെടുക്കടാ. മലരും പറയാണ്, വിട്, എന്നെ വിട്, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. അപ്പോൾ മഹേഷ് പറയാണ്, ദേ നോക്ക് സാറേ, ഇവള് ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാനാ. എന്നേക്കാൾ കൂടുതൽ എന്ത് സ്നേഹ സാറിനുള്ളത്? ഞാനിവളുടെ അച്ഛനാണ്. എനിക്കില്ലാത്ത അവകാശം നിങ്ങൾക്കെവിടുന്നാ? എടാ, നീ ഒരു അച്ഛനെ പോലെയാണോ പെരുമാറുന്നത്? മദ്യപിച്ച് ലെവലില്ലാതെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ പോകുന്നു. ഇതാണോടാ നിനക്ക് മോളോടുള്ള സ്നേഹം? നിന്നെയൊക്കെ. സാറേ, നിങ്ങളിവിടെ എന്നിൽ നിന്നും പിരിക്കാൻ നോക്കുകയാണ്. നിന്നെപ്പോലെ ഒരാളിൽ നിന്നും പിരിക്കാൻ നോക്കാമെന്നല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത്? ഇനി നീ ഒരിക്കൽ കൂടി മലരിനൊപ്പം മദ്യപിച്ച് എവിടെയെങ്കിലും പോകുന്നത് കണ്ടാൽ ഞാൻ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് നിന്നെ റിമാൻഡ് ചെയ്യും. റാസ്കൾ. എന്നിട്ട് മലറിൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്, വാ മലർ, നമുക്ക് പോകാം. കരയണ്ട കേട്ടോ, നമുക്ക് പോകാം. അപ്പോൾ ദേഷ്യത്തോടെ അവിടെ നിൽക്കുകയാണ് മഹേഷ്. മലർ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ഇപ്പുറത്തെ ഭാഗത്ത് കയറി ഇരുന്നിട്ട് സിദ്ധു ചോദിക്കാണ്, മോളെ നല്ല വേദനയുണ്ടോ? ആ സിദ്ധു, നല്ല വേദനയുണ്ട്. ഞാൻ നിനക്ക് മരുന്നിട്ട് തരാം, എല്ലാം ശരിയായിക്കോളും. മലർ കൈ കാണിക്ക്, മരുന്ന് വെച്ച് തരാം, ഒരു മിനിറ്റ്, കരയണ്ട കേട്ടോ. ഇല്ലടാ, പ്രശ്നമില്ല, കുറച്ച് വേദനയുണ്ടാവും, എല്ലാം ശരിയായിക്കോളും കേട്ടോ. മലർ, ഇന്നൊരു ദിവസത്തേക്ക് നീ സ്കൂളിലൊന്നും പോകണ്ട കേട്ടോ, നാളെ നമുക്ക് സ്കൂളിൽ പോകാം. ശരി സിദ്ധു. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറ് ഹോസ്പിറ്റലിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ അവരുടെ സ്കാനിങ് റിസൾട്ടോ എക്സ്റേ റിസൾട്ടോ ഒക്കെ ഡോക്ടർ നോക്കുകയാണ്. മഹേന്ദ്രൻ സാറ് നല്ല ചുമയൊക്കെ ഉണ്ട്. ഡോക്ടർ ചോദിക്കുകയാണ്, മഹേന്ദ്ര, ഞാൻ തരുന്ന മെഡിസിൻസൊക്കെ നീ നന്നായിട്ട് കഴിക്കാറുണ്ടോ? എല്ലാം ഞാൻ കഴിക്കാറുണ്ടടാ. പിന്നെന്താ, അല്പം പോലും ഇമ്പ്രൂവ് ഇല്ലല്ലോ? ഞാനൊരു വർഷമല്ലേടാ ജീവനോടെ ഉണ്ടാവുള്ളൂ, പിന്നെ എന്ത് ഇമ്പ്രൂവ് ഉണ്ടാവാനാ? ഇല്ലടാ, നിനക്ക് മനസ്സിൽ നല്ല ആശ്വാസം ഉണ്ടെങ്കിൽ ഒരു വർഷമല്ല, അതിൽ കൂടുതൽ നീ ഉണ്ടാവും. അത് നിൻ്റെ കയ്യിലുള്ളത്. നിനക്ക് ധൈര്യം ഇല്ലെങ്കിൽ നീ ഒരു വർഷമൊന്നും പോവില്ല. നീ ധൈര്യത്തോടെ നിൽക്കുക. അതുകൊണ്ട് 3 മാസം കൊണ്ട് തന്നെ നിൻ്റെ കാര്യം പോവും, നീ ഇങ്ങനെ ടെൻഷനായാൽ. അപ്പോൾ മഹേന്ദ്ര സാറൊന്നും വല്ലാതെയായി. പിന്നെ ഡോക്ടർ പറയാണ്, നീ ജീവിക്കണോ വേണ്ടയോ എന്ന് നിൻ്റെ ധൈര്യം പോലിരിക്കും. ഇതേ നോക്ക്, നീ തളർന്നു പോവാതെ ഈ മെഡിസിൻസൊക്കെ കണ്ടിന്യൂ ചെയ്യും. ഇതിനോടൊപ്പം തന്നെ വേറെ ചില മെഡിസിൻസൊക്കെ ആഡ് ചെയ്യാം. ശരിയടാ. എടാ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നിന്നോട് ഞാൻ ചോദിക്കുക, ഒരുപക്ഷെ എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കമ്പനിക്കും സ്വത്തുക്കൾക്കും എല്ലാം അവകാശിയായി ഞാൻ ആരെയാടാ കണ്ടുപിടിക്കുക?
മേഘ നിനക്ക് ജനിച്ചതല്ലെങ്കിലും നീയല്ലേ അവളെ വളർത്തിയിരിക്കുന്നത്. നീയും ലക്ഷ്മിയും മാത്രമാണ് അവളുടെ മനസ്സിലെ അച്ഛനും അമ്മയും. അവൾ തന്നെയാണ് നിന്റെ അവകാശിയായി വരേണ്ടവൾ. ദേ നോക്ക്, നിന്റെ കുഞ്ഞ് ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പായതുകൊണ്ട് നിന്റെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ മേഘ മാത്രമാണ്. അവളെ നിന്റെ സ്വന്തം മകളായി കരുതി അവൾക്ക് എല്ലാ അവകാശവും നീ കൊടുക്കണം. മഹേന്ദ്രൻ ആലോചിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ വീണ്ടും ഡോക്ടർ വിളിക്കുകയാണ്. മഹേന്ദ്ര, മേഘയാണ് ഇതിൻ്റെയൊക്കെ അവകാശി എന്ന് നീ മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പായിട്ട് ലക്ഷ്മിയോട് നിന്റെ ശരിക്കുമുള്ള മകൾ മരിച്ചുപോയ കാര്യം നീ പറഞ്ഞ് അവരെ അറിയിക്കണം. ദേ നോക്ക്, നീ പറഞ്ഞാലേ പിന്നീട് ഒരു പ്രശ്നവും വരാതിരിക്കൂ. പിന്നെ ഡോക്ടർ പറയാണ്, മഹേന്ദ്ര, നീ ഒരു 3 മാസത്തേക്ക് ഒന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. ആദ്യം നിന്റെ ആരോഗ്യം ശരിയാവട്ടെ, ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. മെഡിസിൻസൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം. ഓക്കെ? ശരിയടാ. ഡോക്ടർ ഫയൽ എടുത്ത് കൊടുത്തിട്ട് പറയാണ്, എഴുതിയിരിക്കുന്ന മെഡിസിൻസൊക്കെ വാങ്ങിയിട്ട് പോയിക്കോ. ശരിയടാ, ഞാൻ ഇറങ്ങുന്നു. ശരി. സിദ്ധു മലരുമായി ചന്ദ്രികയുടെ വീട്ടിലെത്തി. എന്നിട്ട് മലർ ഇറങ്ങിയിട്ട് വിളിക്കുകയാണ്, അമ്മേ അമ്മേ. അപ്പം ചന്ദ്രിക പുറത്ത് വന്നിട്ട് പറയാണ്, മലർ. അപ്പോഴാണ് മലറിൻ്റെ കൈയൊക്കെ മുറിഞ്ഞത് ചന്ദ്രിക കാണുന്നത്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, എന്തായടാ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നു, എന്ത് പറ്റി നിനക്ക്? എന്നിട്ട് അവൾ സിദ്ധുവിനോട് ചോദിക്കുകയാണ്, സാർ മലറിന് എന്ത് പറ്റി? ഞാൻ താഴെ വീണു അമ്മേ. എങ്ങനെയാടാ വീണേ? മഹേഷ് മദ്യപിച്ച് മലറിനെയും കൊണ്ട് ബൈക്കിൽ കയറ്റിപ്പോയി. അപ്പോൾ അതിലേ വന്ന ഒരു ഓട്ടോന് മദ്യപിച്ച വണ്ടി മഹേഷിൻ്റെ വണ്ടി ഇടിച്ച് അത് മലർ താഴെ വീണു. അതുകൊണ്ട് മലറിൻ്റെ കയ്യിൽ ഒരു മുറിവ് പറ്റി. മോളെ, എന്താ സംഭവിച്ചേ? എന്താ ഉണ്ടായേ? അയാൾ കുടിച്ചിട്ടാണോ കുഞ്ഞിനെയും കൊണ്ട് ബൈക്കിൽ പോയത്? എന്തിനാ മോളെ അയാളുടെ കൂടെ പോയത്? ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ കൂടെ പോകരുതെന്ന്. ഞാൻ വരുന്നില്ല എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞത്. പക്ഷേ അയാളാണ് എന്നെ എടുത്തുകൊണ്ട് പോയത്. കണ്ടില്ലേ സാർ, എത്ര പറഞ്ഞാലും അയാൾ കേൾക്കില്ല. ഈ പ്രശ്നത്തിന് ഒരു അവസാനമില്ലെന്നാണ് തോന്നുന്നത്. അയാളുടെ വഴക്കടിക്കുന്നത് എനിക്കിപ്പോൾ ഒരു ജോലിയായി മാറിയായിരിക്കുക. അവൻ തന്നെ നിർബന്ധപൂർവ്വം വന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അവനിപ്പം എന്നോടും എൻ്റെ മോളോടും അധികാരം കാണിക്കുക സാർ. ചന്ദ്രികയെ അറിഞ്ഞോ അറിയാതെയോ മലറിൻ്റെ സർജറിക്ക് മഹേഷ് സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ആദ്യം മലർ പൂർണ്ണ സ്ഥിതിയിലെത്തുന്നത് വരെ മഹേഷിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ആവശ്യമാണ്. അവൻ ചെയ്ത തെറ്റുകളൊക്കെ മലറിന് വേണ്ടി നീ ക്ഷമിക്കണം. ഇതാ മലറിൻ്റെ ബാഗ്. പോട്ടെ മോളെ. മലർ, മോക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഇല്ല അമ്മേ. വാ മോളെ, അകത്തേക്ക് പോകാം, വാ. പിന്നെ കാണിക്കുന്നത് ഓഫീസിലാണ്. മേഘ ഓഫീസിലിരുന്നിട്ട് ഓരോ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ മാഡം. വെരി നൈസ്. നിങ്ങൾ ചെയ്ത ഡിസൈൻസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു മാഡം, താങ്ക് യു. ഇന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അപ്പോയിൻറ്റ് ചെയ്യാണ്. താങ്ക് യു മാഡം. എൻ്റെ ക്ലയൻസിന് ഏതൊക്കെ ഡിസൈൻസാണോ വേണ്ടത് അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അപ്രൂവൽ ചെയ്യണം. ശരി മാഡം, തീർച്ചയായും. പിന്നെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയാണ്, ഒരു നിമിഷം എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. ഓക്കെ മാഡം, ഇപ്പോൾ വരാം. പറഞ്ഞോളൂ മാഡം. ഇവരെ രണ്ടുപേരെയും നമ്മുടെ കമ്പനിയുടെ ഡിസൈനേഴ്സായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുക. ഓക്കെ മാഡം. ഇനി മുതൽ നമ്മുടെ കമ്പനിയിലെ എല്ലാ പ്രൊജക്റ്റിനും എല്ലാ ഡിസൈൻസും ഇവരായിരിക്കും ചെയ്യുന്നത്. ഇവരെ HR അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫോർമാലിറ്റീസൊക്കെ ഫിനിഷ് ചെയ്യും. ഓക്കെ മാഡം. ഓക്കെ മാഡം, താങ്ക്സ് എന്ന് പറഞ്ഞ് അവരും അവൻ്റെ കൂടെ പോവുകയാണ്. അപ്പോഴാണ് മേഘയുടെ അടുത്തേക്ക് സിദ്ധു കയറി വന്നത്. സിദ്ധു ചോദിക്കുകയാണ്, എന്താ മേഘ, എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? അപ്പോൾ മേഘ പറയാണ്, ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഞാൻ എന്താ പറയുക? ചന്ദ്രിക വർക്ക് ചെയ്ത് തന്ന ഡിസൈൻസൊക്കെ നീ എന്തിനാ ക്യാൻസൽ ചെയ്തേ? അതെല്ലാം നമ്മുടെ ക്ലയൻസ് ഓൾറെഡി അപ്രൂവ് ചെയ്ത കേസല്ലേ. എന്തിനാ മേഘ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ചന്ദ്രിക വർക്ക് ചെയ്ത് കൊടുത്ത ഡിസൈൻസൊന്നും അത്ര പറയാൻ മാത്രം ഇമ്പ്രസീവായിട്ട് ഉള്ളതൊന്നുമല്ല. അതുകൊണ്ടാണ് ആ ഡിസൈൻസൊക്കെ ക്യാൻസൽ ചെയ്തത്. നിനക്കാണെങ്കിൽ ചന്ദ്രിക ഒരു വര വരച്ചാലും ചിലപ്പോൾ അതൊക്കെ ഇതിഹാസമായിട്ട് തോന്നും. പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നില്ല. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ഇത് മഹേന്ദ്രൻ അങ്കിളിന് അറിയോ? അച്ഛനോട് ഞാൻ പറഞ്ഞില്ല, പറയേണ്ട ആവശ്യമില്ല. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ചെയർമാൻ. എനിക്ക് അപ്രൂവൽ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും പൂർണ്ണ അവകാശമുണ്ട്.
പുതിയതായിട്ട് 2 ഡിസൈനേഴ്സിനെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരാണിനി നമ്മുടെ കമ്പനിയുടെ എല്ലാ ഡിസൈൻസും വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മേഘ, നീ എന്നോടും ചന്ദ്രികയോടും വഴക്കിടാനായിട്ട് ആവശ്യമില്ലാതെ എല്ലാ ഡിസൈൻസും ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. നീ ക്യാൻസൽ ചെയ്ത ഡിസൈൻസിൻ്റെ ഒക്കെ റിയാക്ഷൻ എന്താണെന്ന് നീ അധികം വൈകാതെ തന്നെ മനസ്സിലാക്കും. അതും പറഞ്ഞ് സിദ്ധു അവിടെ നിന്നും പോയി. അയ്യോടാ, ചന്ദ്രികയുടെ ഡിസൈൻസ് ക്യാൻസൽ ചെയ്ത ഉടനെ തന്നെ സിദ്ധു വന്ന് ചോദിക്കുക, എത്ര നാളാ നീ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അടുത്ത പുതിയ കഥയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.